ഹലോ ഗൈസ്, പ്രിയക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അതിനൊരൊറ്റ ഉത്തരവേ പറയുള്ളൂ. ഫിലോസഫിയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട്. ആ ഒരു ഇഷ്ടം തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ല. സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ തന്നെ എനിക്കതുണ്ട്. സ്കൂളിൽ ഞാൻ കുറച്ച് ഒരു ഇൻട്രോവേർട്ട് ടൈപ്പായിരുന്നു. കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അതിൽ തന്നെ എൻ്റെ ഫേവറേറ്റ് ടോപ്പിക് ഈ ഫിലോസഫി ആയിരുന്നു. നമുക്ക് ഇന്ന് അതിനെപ്പറ്റി ചെറിയൊരു ഡിസ്കഷൻ ആയാലോ. എന്താണ് ഇന്ത്യയുടെ ദർശനങ്ങൾ? ഇന്ത്യയുടെ ഫിലോസഫിയെ പറയുന്ന പേരാണ് ഈ ദർശനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ദർശനം എന്ന് വെച്ചാൽ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ ഏത് രീതിയിൽ കാണുന്നു, എന്തിനെ കാണുന്നു, എവിടേക്ക് എത്തുന്നു, ആ കാഴ്ച എവിടേക്ക് എത്തിക്കുന്നു നമ്മളെ എന്നുള്ളതാണ് ഈ ദർശനം എന്നതുകൊണ്ട് ലേമൻസ് ലാംഗ്വേജിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇന്ത്യൻ ദർശനങ്ങൾ 6 എണ്ണമാണ്. ഷഡ് ദർശനങ്ങൾ എന്ന് പറയും അതിനെ. അതായത് സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, മീമാംസ, വേദാന്തം. ഇതാണ് 6 ഇന്ത്യൻ ദർശനങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഞാൻ കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചിട്ടുള്ളത് വേദാന്തമാണ്. നമ്മുടെ സ്വന്തം ശങ്കരാചാര്യർ പ്രൊമോട്ട് ചെയ്തിരുന്ന വേദാന്തം. എന്താണ് ഈ വേദാന്തം? വേദങ്ങൾ എന്ന് പറയുന്നത് ബേസിക്കലി അറിവ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ വേദങ്ങൾ എന്ന പദം ഉപയോഗിച്ചിരുന്നത്. അതിനെ നമുക്കിപ്പോൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നൊക്കെ പറഞ്ഞിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ തന്നെ പഠിക്കുന്നതിന്റെ പർപ്പസിനായിട്ട് 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സംഹിതകൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ. വേദങ്ങളുടെ അവസാന ഭാഗത്തായി, അതായത് ഈ ഉപനിഷത്തിന്റെ ഭാഗത്തായി പഠിക്കപ്പെടുന്നത് എന്നർത്ഥത്തിലാണ് വേദാന്തം എന്ന പേരുണ്ടാകുന്നത്. ഇത് അറിഞ്ഞാൽ ഇനി ഫർദർ മറ്റൊന്നും അറിയാനില്ല എന്നുള്ള കൺസെപ്റ്റാണ് വേദാന്തത്തിനുള്ളത്. അതിൽ തന്നെ അദ്വൈത വേദാന്തത്തിനാണ് വളരെയധികം പ്രചാരം സിദ്ധിച്ചിരിക്കുന്നത്. ഈ അദ്വൈത വേദാന്തത്തിന്റെ പ്രചാരകനായിരുന്നു നമ്മുടെ സ്വന്തം ആദി ശങ്കരാചാര്യർ. പക്ഷെ ഇതിന്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് ബേസിക്കലി വ്യാസനാണ്. അദ്വൈതം എന്ന് ഉദ്ദേശിക്കുന്നത് ദ്വൈതമല്ലാത്തത് എന്തോ അദ്വൈതം, അതായത് 2 എന്ന ഭാവമില്ലാതെ ഒന്നെന്ന് മാത്രം നിലകൊള്ളുന്നത് എന്തോ അതാണ് അദ്വൈതം എന്നാണ് അതിന്റെ കൺസെപ്റ്റ്. നമ്മൾ ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചം, നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ഈഗോ, നമ്മുടെ വ്യക്തിത്വങ്ങൾ, ഇതെല്ലാം ബേസിക്കലി മായയാണ്. സത്യമായിട്ടുള്ളത് ബ്രഹ്മം മാത്രമാണ്. അതാണ് ബ്രഹ്മം, സത്യം, ജഗൻ, മിഥ്യ. ഇതാണ് വേദാന്തത്തിന്റെ ബേസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അതൊരു റിയാലിറ്റി അല്ലേ. നമ്മൾ എന്ന വ്യക്തിയിൽ കോൺസ്റ്റന്റ് ആയി നിലകൊള്ളുന്നത് നമ്മുടെ ബോധം മാത്രമാണ്. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ ഇവോൾവ് ചെയ്ത് വളർന്ന് വലുതായി മെച്യൂർഡായി വാർദ്ധക്യത്തിലേക്ക് അടുത്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മുടെ ചിന്തകൾ ഇവോൾവ് ചെയ്യുന്നുണ്ട്. ചിന്തകൾ റിഫ്ലക്ട് ചെയ്യുന്ന ആ ബോധം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അത് മാത്രമേ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നുള്ളൂ. അതിനെ, ആ ബോധത്തെയാണ് ബ്രഹ്മം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ബോധം മാത്രമാണ് പ്രപഞ്ചത്തിൽ സത്യമായിട്ടുള്ളത്. ബാക്കി പ്രപഞ്ചത്തിലെല്ലാം ഇവോൾവിംഗ് ആണ്. ഇതിന്റെ എല്ലാം സാരസംഗ്രഹമായിട്ട് 4 മഹദ്വചനങ്ങളും പറയാറുണ്ട്. തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി. ഇപ്പൊ തത്വമസി എന്ന പദം തന്നെ തത് ത്വം അസി, നീ അന്വേഷിക്കുന്നത് എന്തോ അത് നീ തന്നെയാകുന്നു. ഇപ്പൊ ശബരിമല തീർത്ഥാടനത്തിൽ നമ്മൾ അവിടെ സന്നിധാനത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു മഹദ്വചനമാണ് ഈ തത്വമസി എന്ന് പറഞ്ഞത്. നീ ആരെ അന്വേഷിച്ച് ഇവിടെ വന്നോ അത് നീ തന്നെയാകുന്നു എന്നാണ് അതിന്റെ ഉള്ളടക്കം. ഇങ്ങനെയുള്ള എൻ്റെ ഇഷ്ടമുള്ള ടോപ്പിക്കുകൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആഡ് ചെയ്യാം. ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് അടിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റെന്തെങ്കിലും ഒരു സബ്ജക്റ്റുമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.